നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായോ? പ്രതിഭയുടെ അച്ഛനാണല്ലേ? അല്ല, അതെങ്ങനെ മനസ്സിലായി? അകത്ത് സംസാരിക്കുന്ന കേട്ടു. ഓ, അപ്പൊ നല്ല കേൾവി ശക്തിയാണല്ലോ. കണ്ണിനും കാതിനും വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയും പലതും കാണാനും കേൾക്കാനും ഉള്ളതുകൊണ്ടാവണം. ഇഷ്ടമില്ലാത്തവരുടെ തണലിൽ വന്ന് നിൽക്കുന്നതുകൊണ്ടല്ലേ പലതും കേൾക്കേണ്ടിയും കാണേണ്ടിയും വരുന്നത്. വേറെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിച്ചൂടെ? മക്കളെയും കുടുംബത്തെയും അവസാനമായി ഒന്ന് കാണാൻ വേണ്ടിയാ തേടിപ്പിടിച്ചു വന്നത്. ഇപ്പൊ എല്ലാരും കണ്ടല്ലോ, ഇനി പോയിക്കൂടെ? അതിനെന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളവരോട് പറഞ്ഞു വാങ്ങിച്ചു തരാന്നേ. ഏയ്, അതൊന്നും വേണ്ട. ഇനി എന്റെ യാത്ര നേരെ കുഴിയിലേക്കാ. എന്നെ അടക്കാനുള്ള പണമൊക്കെ ആ ബാഗിലിരിപ്പുണ്ട്. എനിക്ക് വേണ്ടി ആരും പിരിവെടുക്കുന്നത് എനിക്കിഷ്ടമല്ല. പ്രതിഭമോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ? എനിക്ക് ആ സത്യന്റെ പെണ്ണിനെ കൂടി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അതെ, അത് സുശീല കാണിക്കുന്നു തോന്നുന്നില്ല. നിങ്ങൾ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചാലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റൂന്നാ സുശീല പറയുന്നത്. പ്രതിഭയെക്കുറിച്ച് അനുമോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നല്ല തൻ്റെ ഇടവും ആത്മാർത്ഥതയുള്ള കുട്ടിയല്ലേ? ഓ, അതൊക്കെ കൂടി പോയാലും കുഴപ്പമാന്നേ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിന്റെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പഠിക്കണം. ഇല്ലെങ്കിൽ കെട്ടിച്ചു വിട്ട് തന്തയ്ക്കും തള്ളയ്ക്കും ആയിരിക്കും തലവേദന. ആകെ ഒരു മകളല്ലേ ഉള്ളൂ, അതൊരു ബാധ്യതയായി കരുതണം. ഉത്തരവാദിത്വം ഉള്ളവർക്കേ ചില കാര്യങ്ങൾ നേരാവണ്ണം നടന്നില്ലെങ്കിൽ അതൊരു ബാധ്യതയായിട്ട് തോന്നും. നിങ്ങളെപ്പോലെ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചു പോയ ആൾക്ക് അതിനെക്കുറിച്ച് പറയാൻ പോലും യോഗ്യതയില്ലല്ലോ. എന്തേ ഉത്തരം മുട്ടിപ്പോയോ? നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഭാര്യയും മക്കളെയും ബുദ്ധിമുട്ടിക്കാതെ എങ്ങോട്ടെങ്കിലും പോവുക. സ്വന്തം കുടുംബത്തിനോട് നിങ്ങൾ ചെയ്ത തെറ്റിന് ദേ അത് മാത്രമാണ് ഇനി പ്രായശ്ചിത്തം. ആ, അനുപമ വരുന്നുണ്ടല്ലോ. ബാക്കി ഞാൻ അവളോട് പറഞ്ഞുവിടാം. അവള് പറഞ്ഞാ നിങ്ങൾ അനുസരിക്കുന്നതാണ് എന്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അനുപമ മോനെ നഴ്സറി വിടാൻ പോയതായിരിക്കും അല്ലേ? അതെ അങ്കിളെ. അങ്കിൾ എപ്പോഴാ വന്നേ? ഞാൻ കുറച്ചു നേരമായി. അമ്മയെ കണ്ടില്ലേ? ആ, കണ്ടു. അതിനുശേഷം പുള്ളിക്കാരനായിട്ടൊന്ന് സംസാരിക്കായിരുന്നു മോളെ. അച്ഛൻ എന്തു പറയുന്നു? അച്ഛനോ? അങ്ങനെയാണോ അനുപമ അയാളെ വിളിക്കുന്നത്? അതെ, ഇന്ദ്രേട്ടന്റെ അച്ഛനല്ലേ അദ്ദേഹം? അല്ല, അതൊന്നും ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ മോളെ. പിന്നെന്തിനാ നീ മാത്രം? അച്ഛൻ എന്നത് ഒരു സത്യമല്ലേ അങ്കിളെ? ആ സ്ഥാനത്തിന് വേറൊരു അംഗീകാരത്തിന്റെ ആവശ്യമുണ്ടോ? അല്ല, അതല്ല. കുടുംബത്തിനെ കൈയൊഴിഞ്ഞു പോയ ആളല്ലേ. ഇത്രയും കാലം തിരിഞ്ഞു നോക്കാതെ പെട്ടെന്നൊരു ദിവസം കയറി വന്നാ സ്വീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ വലിപ്പം പോലെ ഇരിക്കും. എന്നാലും അങ്കിളിനെ പോലെ ഒരാളിങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്ദ്രേട്ടന്റെ അച്ഛൻ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി വിദേശത്ത് പോയി അവിടെ പെട്ടുപോയ ഒരാളാ. അതുപോലെ അല്ലെങ്കിലും അങ്കിളും ജീവിതത്തിൽ ഒരു തകർച്ച നേരിട്ട ആളല്ലേ? അല്ല, അതല്ല. അത് ബിസിനസ് പാർട്ട്ണർമാര് ചതിച്ചപ്പോ എനിക്ക് നാട് വിടേണ്ടി വന്നതല്ലേ അനു? അതെ, ബിസിനസ് തകർന്ന് പാപ്പരായ അങ്കിളിന്റെ കൂടെ അന്ന് കുടുംബം വന്നില്ലായിരുന്നെങ്കിലോ? അങ്കിളിനും എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരില്ലായിരുന്നോ? അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു അങ്കിൾ ഒടുവിൽ ഭാര്യയുടെ മക്കളുടെ അടുത്ത് എത്തുമ്പോഴേ അവര് തള്ളി പറഞ്ഞ എങ്ങനെയിരിക്കും? മോളെ അനു,
നീ ഇങ്ങനെയൊക്കെ ചോദിച്ചാ അവഗണനയുടെ വേദന നന്നായിട്ട് അനുഭവിച്ചാനാ ഞാൻ. പക്ഷെ ഇക്കാര്യത്തിൽ എനിക്ക് ഈ വീട്ടുകാരുടെ ഒപ്പം നിൽക്കാനല്ലേ പറ്റൂ. എന്റെ മോളും കൂടി ജീവിക്കേണ്ട വീടല്ലേ ഇത്. പ്രതിഭയെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണമെങ്കിൽ ഇയാൾ ഇവിടുന്ന് പോണോന്നാ സുശീല പറയുന്നത്. അതിന് സുശീലയല്ലല്ലോ പ്രതിഭ ഇവിടെ കല്യാണം കഴിച്ചോണ്ട് വന്നത്, സത്യനല്ലേ? അങ്കിള് സത്യനോട് സംസാരിച്ചോ? സത്യനോട് സംസാരിക്കേണ്ട താമസമേ ഉള്ളൂ. അവൻ പ്രതിഭയെ താലുമായിട്ട് ചെന്ന് കൂട്ടിക്കൊണ്ടുവരും. സുധാ, നീ ഇവളുടെ വാക്ക് കേട്ട് വല്ലതും ചെയ്താ നിന്റെ മോള് ജീവിതകാലം മുഴുവൻ നിന്റെ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. ചായ കുടിക്ക. എടി മരുമോളെ, നിനക്കാരെ വേണമെങ്കിലും അച്ഛനായിട്ടോ അമ്മയായിട്ടോ കാണാം. പക്ഷേ അയാളെ ബാക്കിയുള്ളവർ കൂടി അംഗീകരിക്കണമെന്ന് പറഞ്ഞാ അത് നടക്കില്ല. ഇവിടെ നടത്തിയെടുക്കാമെന്ന് നീ കരുതുകയും വേണ്ട. അയ്യോ, എനിക്കങ്ങനെ യാതൊരു അത്യാഗ്രഹവും ഇല്ല. നല്ല കാര്യങ്ങളൊന്നും ചെയ്യാനേ അമ്മ ഒരിക്കലും അനുവദിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതാ കപ്പ്, ഞാൻ ഇറങ്ങാം. പിന്നെ ഇതൊന്നും ഉടനെ നടക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രതിഭയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിനെ കുറിച്ച് സുശീല ഗൗരവമായിട്ടൊന്ന് ആലോചിക്കണം. ഞാൻ ആലോചിക്കാം. ഇപ്പൊ സുധം പോ. ആ ശരി, ഞാൻ വന്നെന്ന് സത്യനോട് പറഞ്ഞേക്ക്. പറഞ്ഞേക്കാം. ശരി എന്നാ. പാവം, കൈ വയ്യാതെ ആ തുണി മുഴുവൻ കല്ലിലിട്ട് അലക്കാൻ പോവാൻ തോന്നുന്നു.